അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1448. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, അഅത്വാനി റബ്ബി ഫി ഉമ്മത്തി സിത്തത അഷ്യാ അർജു ലഹുമുൽ ജന്നഹ്. എൻ്റെ ഉമ്മത്തിന്, സമുദായത്തിന് സ്വർഗം പ്രതീക്ഷിക്കാവുന്ന 6 കാര്യങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന്, ത്വലബുൽ ഇൽം, അറിവ് നേടുക എന്നുള്ളതാണ്. ഏറ്റവും മഹത്വമുള്ള കാര്യമാണ് അറിവ് നേടുക, അറിവ് അന്വേഷിക്കുക എന്നുള്ളത്. മുസാഫഹത്തു ബഅദിഹിം ബഅദ ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം മുസാഫഹത്ത് ചെയ്യുക, ഹസ്തദാനം ചെയ്യുക, അതും സ്വർഗം പ്രതീക്ഷിക്കപ്പെടാവുന്ന അമലാണ്. വദ്ദിയാഫ, അതിഥി സൽക്കാരം, വിരുന്നുകാരെ സൽക്കരിക്കുക. ഒരു വിരുന്നുകാരൻ വീട്ടിലേക്ക് വരുമ്പോൾ അവൻ്റെ കൂടെ 1000 മലക്കുകൾ ഉണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. ആ വീട്ടിൽ വലിയ റഹ്മത്ത് ചൊരിയും. അപ്പോൾ വിരുന്ന് സൽക്കരിക്കുക എന്നുള്ളതും സ്വർഗം പ്രതീക്ഷിക്കാവുന്ന അമലാണ്. വഹുബ്ബു അഹ്ലി ബൈത്തി, എൻ്റെ അഹ്ലു ബൈത്തിനെ, സയ്യിദന്മാരെ സ്നേഹിക്കുക, അതും സ്വർഗം പ്രതീക്ഷിക്കപ്പെടാവുന്ന അമലാണ്. വഹുബ്ബുൽ ഉലമാ, പണ്ഡിതന്മാരെ സ്നേഹിക്കുക. വസ്സഖാവ, 6ാമത്തെ കാര്യം ധർമ്മശീലമുണ്ടാവുക, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകുക, ഇതും സ്വർഗം പ്രതീക്ഷിക്കപ്പെടാവുന്ന അമലാണ്. റജൗതു ലഹും ബിഹാദിഹിൽ അശ്യാ അൽ ജന്ന, ഈ കാര്യങ്ങളെ കൊണ്ട് എൻ്റെ ഉമ്മത്തിന് ഞാൻ സ്വർഗം പ്രതീക്ഷിക്കുന്നു. ഈ സ്വഭാവമുള്ളവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിട്ട് അവിടുന്ന് കാരണം പറഞ്ഞു, ഫഇന്നഹു, നിശ്ചയമായി, മാമിൻ ഖൗമിൻ യുഹിബ്ബുൽ ഉലമാ ഇല്ലാ വഖദ് അഹബ്ബല്ലാഹ്, ഏതൊരാളും പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നുവോ അവൻ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടവനാണ്. അള്ളാഹുവിനെ സ്നേഹിച്ചവനെയാണ് പണ്ഡിതന്മാരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. മാമിൻ ഖൗമിൻ യുഹിബ്ബുൽ ഇൽമ ഇല്ലാ വഖദ് അഹബ്ബൽ ജന്ന, ഇൽമിനെ സ്നേഹിക്കുന്നവർ സ്വർഗത്തെ സ്നേഹിച്ചവനാണ്. മാമിൻ മുഅ്മിനിൻ യുഹിബ്ബു അഹ്ല ബൈത്തി ഇല്ലാ വഖദ് അഹബ്ബൽ അംബിയാ സ്വല്ലല്ലാഹു അലൈഹിം, അഹ്ലു ബൈത്തിനെ, എൻ്റെ അഹ്ലു ബൈത്തിനെ ആര് സ്നേഹിക്കുന്നുണ്ടോ അവൻ അംബിയാക്കളെ സ്നേഹിച്ചവനാണ്. മാമിൻ മുഅ്മിൻ യുഹിബ്ബു ളൈഫ ഇല്ലാ വജദ ഹലാവത്തൽ ഈമാനി ഫി ഖൽബി, ലൈഫിനെ, അതിഥിയെ സ്നേഹിക്കുന്ന മുഅ്മിൻ, ആ മുഅ്മിൻ ഹൃദയത്തിൽ ഈമാനിന്റെ ഹലാവത്ത്, മാധുര്യം എത്തിച്ചവനാണ്. അമാമിൻ മുഅ്മിനിൻ യുസാഫിഹു അഖൻ ലില്ലാഹ് ഇല്ലാ അദ്ഖലഹുമുല്ലാഹു ജമീഅൻ അൽ ജന്ന, പരസ്പരം ഒരു കൂട്ടുകാരൻ മറ്റു കൂട്ടുകാരനെ മുസാഫഹത്ത് ചെയ്യുന്ന മുഅ്മിനായ മനുഷ്യൻ, അവർ രണ്ടുപേരെയും അള്ളാഹു സ്വർഗത്തിൽ കടത്തുമെന്നാണ് ഈ ഹദീസ് നൽകുന്നത്. ഈ 6 സ്വഭാവങ്ങൾ ആരിലുണ്ടോ അവർക്കൊക്കെ സ്വർഗം പ്രതീക്ഷിക്കാമെന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. അല്ലാഹു തആല ഇത്തരം സ്വഭാവങ്ങളൊക്കെ സമ്മേളിച്ചവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.